നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉഷ്ണതരംഗം പാലക്കാട് ശക്തമായി. വ്യാഴാഴ്ച വരെ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട്. മെയ് 2 വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുമെന്ന് ജില്ലാ കളക്ടർ. കാഴ്ച പരിമിതർക്ക് സാന്ത്വനമേകിയ വ്യാപാരി നേതാവിന്റെ 40ാം വിവാഹ വാർഷികം. വേനൽ ചൂടിൽ കേരളം വെന്തുരുകുന്നു. പവർ കട്ട് വേണ്ടിവരുമെന്ന് KSEB. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിൽ അതിതീവ്ര ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്ര, പാലക്കാട് ജില്ലാ കളക്ടറാണ്. പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാടുകാരോട് ചൂടിനെ പറ്റി പറയേണ്ടതില്ല എന്നറിയാം. എങ്കിലും ലളിതമായിട്ട് കാണാവുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത്. പല ദിവസങ്ങളിൽ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ചൂട് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ വരുമ്പോഴാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. മാത്രവുമല്ല, പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു ഹീറ്റ് സ്ട്രോക്ക് മൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക കരുതലെടുക്കുക. പുറത്തിറങ്ങാൻ ഉള്ള സാഹചര്യം കഴിയുന്നതും ഒഴിവാക്കുക. ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ചെരുപ്പ്, കുട മുതലായവ ഉപയോഗിക്കുക. താപനില പതിവിലും 5 ഡിഗ്രി കൂടുമ്പോഴാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുക. ഈ ആഴ്ച മുഴുവൻ സംസ്ഥാനത്ത് മിക്കയിടത്തും ഉയർന്ന ചൂട് അനുഭവപ്പെട്ടേക്കും. കൊല്ലം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 3-4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയേക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. സംസ്ഥാനത്തെ രാത്രി താപനിലയും കാര്യമായി കൂടിയിട്ടുണ്ട്. ഞായറാഴ്ച എല്ലാ ജില്ലകളിലും രാത്രി താപനില 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. കൊച്ചി വിമാനത്താവള പരിധിയിൽ 29.8 ഡിഗ്രി, ആലപ്പുഴയിൽ 29.5 ഡിഗ്രി വീതം രേഖപ്പെടുത്തി. മിക്ക ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലും രാത്രി 10 കഴിഞ്ഞ് 30 ഡിഗ്രി സെൽഷ്യസിലേറെ ചൂട് രേഖപ്പെടുത്തി. ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പ്രത്യേക കരുതലെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ചൂട് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ITIകൾക്കും ഇന്നു മുതൽ മെയ് 4 വരെ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചു. ഈ ദിവസങ്ങളിൽ റെഗുലർ ക്ലാസിന് പകരം ഓൺലൈൻ ക്ലാസ് നടത്തും. പാലക്കാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 2 വരെ അടച്ചിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ കളക്ടർ ഡോക്ടർ S. ചിത്ര നിർദ്ദേശിച്ചു. അവധിക്കാല ക്യാമ്പുകൾ, ട്യൂട്ടോറിയലുകൾ, ട്യൂഷൻ ക്ലാസുകൾ തുടങ്ങിയവർക്കും നിർദ്ദേശം ബാധകമാണ്. കുട്ടികളെയും കൊണ്ട് അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. കുട്ടികളിൽ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ദാഹം ഇല്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കണമെന്നും ആരോഗ്യ വിഭാഗവും അറിയിച്ചു. മെയ് 2 വരെ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശം. സമ്മർ ക്യാമ്പുകളും നിർത്തിവെക്കണമെന്ന് ജില്ലാ കളക്ടർ. പാലക്കാട് ഉഷ്ണതരംഗത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കാൻ നിർദ്ദേശം. അഡീഷണൽ ക്ലാസുകളോ സമ്മർ ക്ലാസുകളോ പാടില്ലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മെയ് 2 വരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നത്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമായതിനാൽ പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ആഘോഷ പൊലിമയില്ലാതെ 40ാം വിവാഹ വാർഷികം. കാഴ്ച പരിമിതരെ നെഞ്ചോട് ചേർത്ത് വ്യാപാരി നേതാവ് M. അസൻ മുഹമ്മദ് ഹാജി. എൻ്റെ 40ാം വിവാഹ വാർഷികത്തോട് അനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ബ്ലൈൻഡിൻ്റെ 40 പേരെ തിരഞ്ഞെടുത്ത് ആ 40 പേരിൽ ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഞാൻ കഴിഞ്ഞ ഉംറയ്ക്ക് പോയി ഞാൻ ഇന്ന് കാലത്താണ് വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ തോന്നുന്ന 40ാം വിവാഹ വാർഷികമാണ് ഇന്ന്. അതുകൊണ്ട് 40 കേരള ഫെഡറേഷൻ ബ്ലൈൻഡിൻ്റെ അവർക്ക് നിർദ്ധരായ അവർക്ക് ഞാൻ 40 കിറ്റ് ഭക്ഷ്യ കിറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ന് അതിൻ്റെ ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തി. 40ാം വിവാഹ വാർഷികത്തിൽ 40 കാഴ്ച പരിമിതർക്ക് ഭക്ഷ്യ കിറ്റുകൾ നൽകിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് M. അസൻ മുഹമ്മദ് ഹാജി നാടിന് അഭിമാനമായി മാറിയത്. ഒരാഴ്ചയ്ക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യ കിറ്റാണ് M. അസൻ മുഹമ്മദ് ഹാജിയും ഭാര്യ ഷാജിദയും ചേർന്ന് കാഴ്ച പരിമിതർക്ക് നൽകിയത്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റ് VN ചന്ദ്രമോഹൻ, ജില്ലാ സെക്രട്ടറി MK ഷെരീഫ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി PTU ജനറൽ സെക്രട്ടറി VM മധു, ട്രഷറർ KM ഷാജഹാൻ, വൈസ് പ്രസിഡന്റ് SK ശെൽവൻ, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PV പ്രശാന്ത്, P. പ്രേമ എന്നിവർ സംസാരിച്ചു.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി ടൗൺ യൂണിറ്റ് പ്രസിഡന്റും സംസ്ഥാന കൌൺസിൽ അംഗവും റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, പാലക്കാട് ബിസിനസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ്, AKDA ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, മേട്ടുപ്പാളയം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ്, മേട്ടുപ്പാളയം അത്തർ ജുമാഅത്ത് പള്ളി കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും അസൻ മുഹമ്മദ് ഹാജി പ്രവർത്തിച്ചു വരുന്നുണ്ട്. വേനൽ ചൂടിൽ സംസ്ഥാനം വെന്തുരുകുമ്പോൾ വൈദ്യുതി നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് KSEB സർക്കാരിനെ സമീപിച്ചു. കടുത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 11.3 കോടി യൂണിറ്റാണ്. അണക്കെട്ടുകളിൽ 2 ആഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമാണ് ബാക്കിയുള്ളതെന്നും നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്നുമാണ് KSEB പറയുന്നത്. 5648 മെഗാവാട്ടാണ് ഏറ്റവും പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം. ലോഡ് താങ്ങാനാവാതെ ട്രാൻസ്ഫോമറുകൾ തകരാറിലാകുന്നു. 700-ലധികം ട്രാൻസ്ഫോമറുകൾ തകരാറിലാണെന്നും അതുകൊണ്ടാണ് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടി വരുന്നതെന്നും KSEB പറയുന്നു. എന്നാൽ KSEBയുടെ ആവശ്യത്തിൽ വൈദ്യുതി വകുപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അടിയന്തര സാഹചര്യത്തിൽ നാളെ ഉന്നതതല യോഗം ചേരാൻ KSEB തീരുമാനിച്ചിട്ടുണ്ട്. SSLC പരീക്ഷാഫലം മെയ് 8-ന്. SSLC പരീക്ഷാഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 11 ദിവസം മുമ്പാണ് ഫലപ്രഖ്യാപനം. മകളെ വിമാനത്താവളത്തിൽ വിട്ട് തിരികെ വരുന്നതിനിടെ കാർ റോഡരികിലെ പരസ്യ ബോർഡിൽ ഇടിച്ചു മറിഞ്ഞ പിതാവ് മരിച്ചു. ദേശീയപാത കണ്ണന്നൂരിൽ നടന്ന കാർ അപകടത്തിൽ പൊള്ളാച്ചി കൊടൈക്കനാൽ പല്ലങ്കി സ്വദേശി തങ്കമുത്തു 55 ആണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ തങ്കമുത്തുവിന്റെ മകനെയും ഭാര്യയെയും ബന്ധുവിനെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല. മകളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിട്ട് തിരികെ പൊള്ളാച്ചിയിലേക്ക് മടങ്ങവെയായിരുന്നു അപകടം. കാർ റോഡരികിലെ പരസ്യ ബോർഡിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28-ന് പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം വൻതോതിൽ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഗതാഗത മന്ത്രി പിന്നോട്ട്. ഒരു ദിവസം 60 ടെസ്റ്റുകൾ നടത്തും. 30 കുറയ്ക്കാനായിരുന്നു തീരുമാനം. നാളെ മുതൽ വരുത്താനിരുന്ന ടെസ്റ്റ് പരിഷ്കാരവും പൂർണ്ണമായി നടപ്പാക്കില്ല. ഒരു ദിവസം ഒരു കേന്ദ്രത്തിൽ 30 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രം നടത്തിയാൽ മതി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ ഞെട്ടലോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും എല്ലാം കേട്ടത്. ദിവസവും 100-ലധികം ഉണ്ടായിരുന്ന ടെസ്റ്റുകളുടെ എണ്ണം 30 കുറച്ചാൽ ലൈസൻസിനായുള്ള കാത്തിരിപ്പ് മാസങ്ങളോളം നീളും. ഇതിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവും ഉണ്ടായി. എന്നിട്ടും മെയ് 1 മുതൽ ഇത് ഉൾപ്പെടെയുള്ള പരിഷ്കാരം നടപ്പാക്കുമെന്നതിൽ ഉറച്ചുനിന്ന മന്ത്രി ഒടുവിൽ തീരുമാനം മാറ്റി. ഒരു ദിവസം ഒരു കേന്ദ്രത്തിൽ പുതിയ 40 ടെസ്റ്റും നേരത്തെ ടെസ്റ്റിൽ പരാജയപ്പെട്ടവർക്കായി 20 ടെസ്റ്റ് നടത്തും. ആകെ 60 എണ്ണം. മെയ് 2 മുതൽ ഇത് നടപ്പാക്കാനാണ് തീരുമാനം. അതുപോലെ എടുക്കുന്നതിനൊപ്പം പാരലൽ പാർക്കിങ്ങും കയറ്റത്ത് നിർത്തലും ഉൾപ്പെടുത്തിയുള്ള ടെസ്റ്റ് പരിഷ്കാരവും നാളെ മുതൽ നടപ്പാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ മാവേലിക്കരയിൽ മാത്രമാണ് ഇതിന് സൗകര്യം ഒരുങ്ങിയത്. അതിനാൽ തൽക്കാലം ഇളവ് നൽകും. എടുക്കുന്നത് പഴയ രീതിയിൽ തുടരും. റോഡ് ടെസ്റ്റിനിടെ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ പരിശോധിക്കാനുമാണ് തീരുമാനം. ജില്ലയിൽ ആഴ്ചകളായി താപനില 40 ഡിഗ്രിക്ക് മുകളിൽ നിൽക്കെ ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ ചരിത്രത്തിൽ ആദ്യമായി വറ്റി. ഇതോടെ മേഖലയിലെ സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതികൾ കടുത്ത പ്രതിസന്ധിയിലായി. നിറഞ്ഞു തുളുമ്പി നിന്നിരുന്ന തടയണയിലെ 2 ഷട്ടറുകൾ കഴിഞ്ഞ മാസം സാമൂഹിക വിരുദ്ധർ തുറന്നുവിട്ടതും പ്രതിസന്ധി ഇരട്ടിയാക്കി. തടയണ പ്രദേശത്ത് പലയിടത്തും മണൽത്തിട്ടകൾ വ്യാപകമായി പുറത്തു കാണാം. വെള്ളം കുറഞ്ഞതോടെ ശുദ്ധജല വിതരണത്തിൽ ജല അതോറിറ്റി കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. നിലവിൽ ഒരു മോട്ടോർ ഉപയോഗിച്ച് മാത്രമാണ് പമ്പിംഗ് നടക്കുന്നത്. നേരത്തെ തുടർച്ചയായി 2 മോട്ടോറുകൾ ഉപയോഗിച്ചായിരുന്നു പമ്പിംഗ്. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീറ്റ്നയിലെ തടയണ. രണ്ടിടത്തേക്കുമായി പ്രതിദിനം 19.5 MLD വെള്ളമാണ് ആവശ്യം. നിലവിൽ 9 MLD വെള്ളം മാത്രമാണ് ലഭിക്കുന്നത്. ഇതുപയോഗിച്ച് മേഖല തിരിച്ചാണ് നിലവിൽ ജലവിതരണം.
ഇതോടെ പലയിടത്തും ജലക്ഷാമവും രൂക്ഷമായി. അതേസമയം വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികളിൽ വെള്ളം വിതരണം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. തടയണയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം കയറംപാറയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിച്ച് ശുദ്ധീകരിച്ചാണ് ടാങ്കറിൽ കൊണ്ടുപോകുന്നത്. അതേസമയം ഞാവളിൻകടവ്, ലക്കിടി, ഷൊർണൂർ ഉൾപ്പെടെ പുഴയിലെ ഇതര തടയണകളിലും ജലലഭ്യത കടുത്ത പ്രതിസന്ധിയിലാണ്. വേനൽ മഴ കനിയുകയോ ആളിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം എത്തുകയോ ചെയ്തില്ലെങ്കിൽ മേഖലയിൽ ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം പൂർണ്ണമായും അവതാളത്തിലാകും. ആളിയാർ വെള്ളം കിഴക്കൻ മേഖലയിലെ ഇതര തടയണകൾ കടന്ന് മീറ്റ്നയിൽ ഉടൻ എത്തുമോ എന്നതാണ് കടുത്ത ആശങ്ക. അടുത്ത ദിവസങ്ങളിൽ വെള്ളം എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യമാണെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു. 10 വർഷം മുമ്പ് കമ്മീഷൻ ചെയ്യപ്പെട്ട തടയണ ആദ്യമായാണ് വറ്റുന്നത്. തടയണയിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മണലും ചെളിയും നീക്കാത്തത് വിനയായി. മണലും ചെളിയും നിറഞ്ഞ സംഭരണശേഷി കുറഞ്ഞതും വേനലിൽ തടയണയിലെ ജലലഭ്യതയെ ബാധിച്ചു. സാധാരണ മഴക്കാലമാകുന്നതോടെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നുവിട്ട് ചെളിയും മണലും ഒഴുക്കിവിടാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പൂർണ്ണമായി ഫലപ്രദമാകാറില്ല. നിലവിൽ വെള്ളം കുറഞ്ഞ തടയണയിൽ ചെളിയും മണലും വൻതോതിൽ അടിഞ്ഞുകൂടിയ അവസ്ഥയാണ്. പുത്തൻപാടം നാഗൂർ ചള്ളയിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏപ്രിൽ 27 രാവിലെ 8:30 60 വയസ്സിനോടടുത്ത് പ്രായമുള്ളയാളെ മരത്തിന് മുകളിൽ കയറി തൂങ്ങി മരിക്കാൻ ശ്രമിച്ച് കഴുത്തിൽ കയറുമായി ചൂട്ടിൽ വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ടതെന്ന് വാളയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. 157 സെന്റിമീറ്റർ ഉയരം, ഇരുനിറം, മെലിഞ്ഞ ശരീരം. വിവരം ലഭിക്കുന്നവർ 9497962929 എന്ന ഫോൺ നമ്പറിലോ വാളയാർ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കുടിവെള്ളക്കിണർ SYS സാന്ത്വനം പ്രവർത്തകർ ശുചീകരിച്ചു. അലനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കുടിവെള്ളക്കിണർ SYS സാന്ത്വനം പ്രവർത്തകർ ശുചീകരിച്ചു. ജലജീവൻ എന്ന സന്ദേശത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജലസംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ശ്രമദാനം. ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിന് സമീപം ചെളിയും കാടും മൂടിക്കിടന്ന കിണർ മണിക്കൂറുകൾ കൊണ്ടാണ് പ്രവർത്തകർ വൃത്തിയാക്കിയത്. കഴിഞ്ഞ വേനലിൽ അലനല്ലൂർ സോൺ SYS സാന്ത്വനം എമർജൻസി ടീം കിണർ ശുചിയാക്കിയിരുന്നു. ആശുപത്രിയിൽ എത്തുന്നവർക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ വാട്ടർ ഫിൽട്ടർ സ്ഥാപിച്ചിരുന്നു. പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും പാനീയ വിതരണം നടത്തുന്ന തണ്ണീർപന്തൽ, പറവകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ തണ്ണീർക്കുടം സ്ഥാപിക്കൽ തുടങ്ങിയവയും ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ ഘടകങ്ങളിൽ നടന്നുവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സോൺ പ്രസിഡന്റ് ഷഫീഖ് അലി അൽ ഹസനി കൊമ്പം, സാമൂഹികം പ്രസിഡന്റ് മൊയ്തൂട്ടി കിഴക്കുംപുറം, ഓർഗനൈസിംഗ് സെക്രട്ടറി N അബൂബക്കർ കുമഞ്ചേരിക്കുന്ന്, സാംസ്കാരികം സെക്രട്ടറി ഷിഹാബ് കൊടക്കാട്, സാന്ത്വനം എമർജൻസി ടീം അംഗങ്ങളായ ഷൗക്കത്ത് അലി, അഷ്റഫി അമ്പാഴക്കോട്, ഫിറോസ് വഴങ്ങല്ലി, ഫൈസൽ അലനല്ലൂർ, നിയാസ് നറുക്കോട്, അലി കൊടക്കാട് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മണ്ണാർക്കാട് ലോറി കടകളിലേക്ക് ഇടിച്ചുകയറി. മണ്ണാർക്കാട് ആൽത്തറയിൽ ലോറി കടകളിലേക്ക് ഇടിച്ചുകയറി. ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്ന് നിഗമനം. അപകടത്തിൽ ഇലക്ട്രിക്കൽ പോസ്റ്റ് പൂർണ്ണമായും തകർന്നതിനാൽ പ്രദേശത്ത് വൈദ്യുതി തടസ്സമുണ്ടായി. പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത്. ആർക്കും ആളപായമില്ല. കടകളിലെ മുൻവശത്തെ ഷീറ്റ് പൂർണ്ണമായും അപകടത്തിൽ തകർന്നു. പ്രായാധിക്യം കൊണ്ട് കിടപ്പിലാകുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഓടിയെത്തുന്നത് വൈദികരും സന്യസ്തരുമാണെന്ന് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. വിദേശത്തായിരിക്കുന്ന മക്കൾ ഓടി നാട്ടിലെത്തുമ്പോഴേക്കും അടുത്തുള്ള സമർപ്പിതരായിരിക്കും മുമ്പേ എത്തുക എന്നും അദ്ദേഹം പറഞ്ഞു. കല്ലടിക്കോട്ടെ മേരി ആധാപടിയിലെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കാൻ എത്തിയതായിരുന്നു മെത്രാൻ.
വികാരിയുടെയും കൈക്കാരന്മാരുടെയും ഇടവക അംഗങ്ങളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ച് ആനയിച്ചു. പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ദിനമാണെന്നും ദൈവകാരുണ്യവും സാന്നിധ്യവുമാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ലഭിക്കുന്നതെന്നും പിതാവ് പറഞ്ഞു. ഇടവകയിലെ വിവിധ കുടുംബങ്ങളിൽ നിന്നായി 16 പേരാണ് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചത്. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. തണ്ണിശ്ശേരിയിലെ പാടത്ത് യുവ കർഷകരായ മൂവർ സംഘം പരീക്ഷിച്ച തണ്ണിമത്തൻ കൃഷി വിജയമായി. തണ്ണിശ്ശേരി തോട്ടിങ്കൽ വീട്ടിൽ TS നിഷാന്ത്, മണ്ണാർക്കാട് പള്ളിക്കുറുപ്പിൽ C ഉമ്മർ, കടമ്പഴിപ്പുറത്തെ വെട്ടിക്കുഴിയിൽ J ജോൺസ് എന്നിവർ ചേർന്നാണ് പെരുവെമ്പിലെ നിഷാന്തിന്റെ 6 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. 50 സെന്റ് സ്ഥലത്ത് നിന്ന് 5 ടണ്ണോളം തണ്ണിമത്തൻ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട്. 5-10 കിലോഗ്രാം വരുന്നവയാണ് ഓരോന്നും. കിലോഗ്രാമിന് 20 രൂപയാണ് വിപണി വില എന്നതിനാൽ 1 ലക്ഷത്തിലധികം രൂപയ്ക്ക് തണ്ണിമത്തൻ വിളവെടുത്ത് വിൽക്കാൻ കഴിയും. 35,000 രൂപയോളമാണ് ഇവർക്ക് കൃഷി ചെയ്യുന്നതിന് ചെലവ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് വേനലിൽ ഏറെ ആവശ്യമുള്ള തണ്ണിമത്തൻ എന്ന ഹ്രസ്വകാല വിളയിലെ പരീക്ഷണം വിജയമായെന്ന് ഇവർ പറയുന്നു. ജോൺസൺ എഞ്ചിനീയറിംഗ് ബിരുദധാരിയും നിഷാന്ത് പ്രവാസിയുമായിരുന്നു. പാലക്കാട് കൊടുവായൂർ റോഡരികിൽ നിഷാന്തിന്റെ ഉടമസ്ഥതയിലുള്ള 1/2 ഏക്കറിലെ തുറന്ന സ്ഥലത്ത് കൃത്യതാ കൃഷി രീതിയാണ് തണ്ണിമത്തനായി സ്വീകരിച്ചത്. കുമ്മായം ചേർത്ത് മണ്ണിളക്കി തടം തീർത്തു. അടിവളമായി ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും നൽകി. നനയ്ക്കാനും വളപ്രയോഗത്തിനുമായി ഡ്രിപ്പ് ലൈനുകൾ സ്ഥാപിച്ച ശേഷം തടത്തിൽ പ്ലാസ്റ്റിക് കുതിയിടുകയും തുടർന്ന് അതിൽ ദ്വാരങ്ങളിട്ട് തണ്ണിമത്തൻ വിത്തുകൾ പാകി. അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തായ പക്കീസയാണ് വിളവിറക്കിയത്. തൊണ്ടുകട്ടി കുറഞ്ഞതും 8 മുതൽ 10 കിലോഗ്രാം വരെ തൂക്കം വരുന്നതുമാണ് പക്കീസ. 1/2 ഏക്കറിൽ 1200-ലേറെ വിത്താണ് നട്ടത്. ഇതിൽ 1000-ഓളം എണ്ണം വളർന്ന് കാഴ്ചിട്ടുണ്ടെന്ന് കർഷകനായ നിഷാന്ത് മനോരമയോട് പറഞ്ഞു. കാവശ്ശേരി പഞ്ചായത്തിലെ വടക്കേനട പത്തനാപുരം റോഡിൽ ഗായത്രി പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാത നിർമ്മാണം അവസാന ഘട്ടത്തിൽ. നിലവിലെ ഉയരം കുറഞ്ഞ പഴയ പാലം പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക പാത നിർമ്മാണം. പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടെ പഴയ പാലം പൊളിച്ച് തുടങ്ങും. 8.82 കോടി ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 26 മീറ്റർ നീളം വരുന്ന 3 സ്പാനുകളിലായി 78 മീറ്റർ നീളവും ഇരുവശങ്ങളിലും നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയിലും വെള്ളം കയറാത്ത വിധം ഉയരത്തിലുമായിരിക്കും നിർമ്മാണം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 18 മാസമാണ് കാലാവധി. പ്രവൃത്തിയെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പത്തനാപുരം തോണിപ്പാടം ഭാഗത്തേക്കുള്ള ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാണ് താൽക്കാലിക പാത. വലിയ വാഹനങ്ങൾ വടക്കേനട കുഴനിച്ചുങ്കം അത്തിപ്പറ്റ വഴി തിരിച്ചു പോകേണ്ടതാണ്. ആലത്തൂരിൽ നിന്ന് വെങ്ങന്നൂർ ആറാപ്പുഴ വഴിയും ചെറിയ വാഹനങ്ങൾക്ക് തോണിപ്പാടത്തേക്ക് സഞ്ചരിക്കാം. ഇനി ആരോഗ്യം. വ്യക്തിയുടെ ആരോഗ്യത്തിന് ദിവസേന ആവശ്യമുള്ള ദിനചര്യങ്ങൾ ഏതൊക്കെയെന്ന് പറയുകയാണ് ഗവേഷകർ. ദിവസത്തിൽ 4 മണിക്കൂർ വ്യായാമം, കുറഞ്ഞത് 8 മണിക്കൂർ ഉറക്കം എന്നിവ ആരോഗ്യത്തിന് ആവശ്യമാണെന്ന് ഗവേഷകർ പറയുന്നു. വ്യായാമങ്ങൾ ചെറിയ അധ്വാനമുള്ള വീട്ടുജോലികൾ ചെയ്യുന്നത് മുതൽ അത്താഴം ഉണ്ടാക്കുന്നത് വരെയാകാം. അതേസമയം മിതമായതും ഊർജ്ജസ്വലവുമായ വ്യായാമത്തിൽ വേഗത്തിലുള്ള നടത്തം അല്ലെങ്കിൽ ജിം വർക്കൗട്ട് പോലുള്ളവ ഉൾപ്പെടും. അനുയോജ്യമായ ദൈനംദിന ചര്യയിൽ 6 മണിക്കൂർ ഇരിപ്പും 5 മണിക്കൂർ നിൽക്കലും ഉൾപ്പെടുത്തണം. ഓസ്ട്രേലിയയിലെ
സ്വിൻബേൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സംഘം 24 മണിക്കൂറിനുള്ളിൽ 2000-ലധികം ആളുകളുടെ ദിനചര്യകൾ വിശകലനം ചെയ്താണ് പുതിയ കണ്ടെത്തലിൽ എത്തിയത്. ഇത്തരം രീതികൾ ശീലമാക്കിയാൽ ദിവസത്തിൽ അടിസ്ഥാനപരമായി വേണ്ട ആരോഗ്യം നേടാമെന്നും സ്വിൻബേൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ സെന്റർ ഫോർ അർബൻ ട്രാൻസിഷനിലെ ക്രിസ്ത്യൻ ബ്രേക്കറ്റ്ജിഡ് പറഞ്ഞു. വ്യത്യസ്തമായ വ്യായാമങ്ങൾ പല തലങ്ങളിൽ ഗുണം ചെയ്യുന്നുവെന്നും ഡയബറ്റോളജിയ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിന്റെ പ്രധാന രചയിതാവ് കൂടിയായ ബ്രേക്കറ്റ്ജിഡ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉഷ്ണതരംഗം പാലക്കാട് ശക്തമായി. വ്യാഴാഴ്ച വരെ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട്. മെയ് 2 വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുമെന്ന് ജില്ലാ കളക്ടർ. കാഴ്ച പരിമിതർക്ക് സാന്ത്വനമേകി വ്യാപാരി നേതാവിന്റെ 40ാം വിവാഹ വാർഷികം. വേനൽ ചൂടിൽ കേരളം വെന്തുരുകുന്നു. പവർ കട്ട് വേണ്ടിവരുമെന്ന് KSEB. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.